നമ്മളെല്ലാവരും ഭയങ്കര ബിസിയാണ് ലൈഫിൽ അല്ലേ. നമുക്ക് കോളേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ കോളേജിൽ പോകണം, പിന്നെ ഫ്രണ്ട്സായിട്ട് കറങ്ങണം, പ്രൊജക്ട്സ് ഉണ്ടാവും, ഹോംവർക്ക്സ് ഉണ്ടാവും, പഠിക്കാനുണ്ടാവും. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ പല സ്റ്റുഡൻസും പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് അതിനുള്ള സമയമില്ല എന്നുള്ളത്. അപ്പം ശരിക്കും ഒരു തെറ്റിദ്ധാരണയാണ് ഡോക്ടർ പ്ലസ് വെച്ച് പഠിക്കണമെങ്കിൽ കുറച്ചധികം സമയം വേണം എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠിക്കുന്നതിൻ്റെ കൂടെ അത് നോക്കാനുള്ള സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഒരിക്കലും വിചാരിക്കരുത്. കാരണം നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമുക്കൊരു ഒരാൾക്ക് പൈസ കൊടുക്കണം, നമുക്കത് ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യാം എളുപ്പത്തിൽ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ. അതിന് പകരം നിങ്ങൾ ബാങ്കിൽ പോയി ചെയ്യുകയാണെങ്കിൽ എന്തോ ഒരു സമയം എടുക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് ഇതിലും വരിക. അപ്പം നമുക്കിപ്പം സാങ്കേതികമായിട്ട് നമ്മൾ ഒരുപാട് ടെക്നോളജീസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത്തരം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ഭാഗ്യമാണ്. അപ്പം അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുക. ഇപ്പോൾ ഡോക്ടർ പ്ലസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം തനിയെ പഠിക്കുമ്പോൾ, ഞാനൊക്കെ പഠിച്ചിരുന്നപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പോർഷൻ തന്നെ നമുക്ക് ചിലപ്പോൾ പല റെഫറൻസുകൾ നോക്കണമായിരുന്നു. ചരകം നോക്കണമായിരിക്കും, ചിലപ്പോൾ സുശ്രുതം നോക്കണമായിരിക്കും. അതിൽ ഏതാണ് ശരി, ഏതാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിൽ പഠിക്കണം, ഏത് ചോദ്യമാണ് ഇമ്പോർട്ടൻറ്റ്, ഇതിനെപ്പറ്റി ഒന്നും ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തും. ചിലപ്പോൾ നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്സ് അത് മിസ്റ്റേക്ക് ആയിരുന്നു എന്നറിയാൻ ചിലപ്പോൾ ഒരു എക്സാമിൻ്റെ റിസൾട്ട് വന്ന് നിങ്ങൾക്ക് സപ്ലി ഉണ്ട് എന്നറിയുമ്പോഴായിരിക്കാം. അപ്പം ഇങ്ങനെയുള്ളൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഏതാണ് പഠിക്കേണ്ടത്, കറക്റ്റായിട്ടുള്ളൊരു ഗൈഡ് ലൈൻസ് തരും. കറക്റ്റ് നിങ്ങളെ ട്രാക്കിലാക്കും. അതായത് ഒരു ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ ഏത് രീതിയിൽ നിങ്ങളൊരു ആൻസർ എഴുതണം എന്നൊക്കെ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ സമയം ഒരുപാട് സേവ് ചെയ്യും. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നിങ്ങൾ തന്നെ പഠിക്കുമ്പോൾ 2 മണിക്കൂർ എടുക്കുന്ന ഒരു സംഭവം ഡോക്ടർ പ്ലസ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ 1 hourൽ തീരെ താഴെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഡോക്ടർ പ്ലസ് വെച്ച് ഒരു തവണ പഠിച്ചവർ പിന്നെ കണ്ടിന്യൂസ് ഡോക്ടർ പ്ലസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ചില സ്റ്റുഡൻസ് ഉണ്ട് അറ്റ്ലീസ്റ്റ് ട്രയൽ പോലും ചെക്കൗട്ട് ചെയ്യാൻ മടിക്കുന്നവർ. നമുക്കത് ഫ്രീ ട്രയലാണ് എങ്കിൽ കൂടെ അതിൽ എന്താണ് എന്നറിയാനുള്ളൊരു കൗതുകം ഇല്ല, അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു ചെറിയ എഫേർട്ട്, ജസ്റ്റ് ഒന്ന് സൈനപ്പ് ചെയ്യേണ്ട എഫേർട്ട് പോലും ഇടാൻ കഴിയില്ലാത്ത കുട്ടികളാണ് ഭൂരിഭാഗം കുട്ടികളും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഡോക്ടർ പ്ലസ് എടുക്കണം എന്ന് പറയുന്നില്ല. സ്റ്റിൽ അതിലെ ട്രയലെങ്കിലും നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ചിലപ്പം നിങ്ങൾ പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു ഡിഫറെൻറ്റ് മെത്തേഡായിരിക്കും അതിൽ പറയുന്നത്. അത് നിങ്ങളെ കുറച്ചുകൂടെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഏത് രീതിയിൽ പഠിക്കണം, എങ്ങനെയാണ് ഒരു ശ്ലോകത്തിന് കോഡ് ഇടുക, അപ്പോൾ അത്രയും ക്ലാരിറ്റി നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പം അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ട്രയൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ. നിങ്ങളെല്ലാവരും ഡോക്ടർ പ്ലസ് വെച്ച് പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവും എനിക്കില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങൾ അതൊന്ന് നോക്കെങ്കിലും ചെയ്യുക. അപ്പം നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക. കുറേ കൂടെ നിങ്ങൾക്ക് ഒരു എക്സാമിന് എങ്ങനെ എഴുതണം എന്നുള്ള ക്ലാരിറ്റി കിട്ടും. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക.